ഹലോ ഗൈസ്, സെല്ലു റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടില്ലത് നമ്മളെ വലിയ പറമ്പ് കടപ്പുറത്തിൻ്റെ ഭാഗം ചെറുങ്ങനെ കടലെല്ലാം കൊണ്ടുപോയി. കടലിൽ നല്ലോണം തിര വന്നിട്ട് അങ്ങനെ കുറേ കടലെടുത്തിരുന്നില്ലൊരു ഇങ്ങനെ വീഡിയോ കണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ പറമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ അപ്പം പറിച്ചതിൽ കുറച്ച് ഓവറാന്ന് പറഞ്ഞിട്ട് കുറേ ആൾ കമൻറ്റ് ഇട്ടിട്ട്, പക്ഷെ അത് പറയാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഏതായാലും നമുക്ക് നോക്കി നോക്കാം. സാധാരണ ഞാനിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പോകുന്ന വിഷ്വലിൽ ഏരിയ എല്ലാം ഭയങ്കര തിരക്കുണ്ടാകുന്ന സ്ഥലമാണ്. വലിയ പറമ്പ് ബീച്ചാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഏരിയയിലെല്ലാം ഭയങ്കര തിരക്കാണ്. ഇപ്പം രാവിലെ തന്നെ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, ആരുമില്ല ഈ ഭാഗത്ത്. അപ്പം നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്താ സംഭവം ഒന്ന് നോക്കി നോക്കാം. ഈ ഏരിയയാണ് നല്ല തിരക്കുണ്ടാകുന്ന ഏരിയയാണ് വൈകുന്നേരങ്ങളിലൊക്കെ. ഇപ്പം വൈകുന്നേരം എന്താ എടുത്ത അവസ്ഥയൊന്നും അറിയില്ല, ആൾ വരുത്തുണ്ടോ. മഴയാണ്, നല്ലോണം കടൽ കയറിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ് കടലിൻ്റെ തിരയൊക്കെ. അപ്പം ചില ഭാഗത്തൊക്കെ നല്ലോണം മുകളിലേക്ക് കയറി എന്ന് പറഞ്ഞിട്ട് അമ്മ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊന്നും വലിയ പ്രോബ്ലമായിട്ട് കാണുന്നില്ല, ഈ ഒരു ഏരിയയിലൊന്നും അത്ര വലിയ ഇതായിട്ട് കാണുന്നില്ല. എങ്കിലും അങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. സംഭവം ഇതാ, ഈ ഒരു ഏരിയയിലെല്ലാം നല്ല തിരക്കുണ്ടാകുന്ന സ്ഥലമാണ്. നല്ലൊരു ബീച്ച് സൈഡാണ് വലിയ പറമ്പ് ബീച്ച് സൈഡ്. അപ്പം ഏതായാലും നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവം. എൻ്റെ മോനെ കടൽ നോക്ക് ഗൈസ്. ഇതാ ഏകദേശം ഇവിടെ ഫുള്ള് സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതാ നിങ്ങൾക്ക് ഇതിൻ്റെ പഴയ വിഷ്വൽ ഞാൻ എവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇവിടെ എങ്ങനെയൊന്നല്ല ഉണ്ടാവില്ല. സംഭവം എന്ന് വെച്ചാൽ ഇതാ ഇങ്ങ് ആ കാണുന്ന ആ ഫസ്റ്റ് തിര കാണുന്ന ഏരിയയിൽ വരെ മണ്ണിൻ്റെ കൂമ്പാരം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഏകദേശം ഇതാ ഇവിടെ ഒരു ഊഞ്ഞാലാടുന്ന സ്ഥലം കണ്ടിട്ടില്ലേ, ആ സ്ഥലത്തൊക്കെ ഊഞ്ഞാലാടാനും കളിക്കാനും അതേപോലെ ഈ കുറ്റി വരുന്ന ഭാഗത്തൊക്കെ ഫുള്ള് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. ഇരിക്കാനുള്ള സീറ്റും ചില്ല് ചെയ്യാനുള്ള സ്ഥലവും. അത് ആ തെങ്ങൊക്കെ നോക്ക്, അങ്ങ് ആ വിഷ്വലിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആ തെങ്ങെല്ലാം നോക്കറ, അതൊക്കെ ഒഴുകിയിട്ട് കടലിലേക്ക് മറിഞ്ഞു വീണിട്ടുള്ളത്. ഏകദേശം കുറേ മരങ്ങളും തെങ്ങുകളൊക്കെ എടുത്തിട്ടുണ്ടോ കടൽ, അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഇതാ ഈ ബീച്ചിൻ്റെ ഏകദേശം ഒരു കാൽഭാഗം തന്നെ അടിച്ചു പോയിട്ടുണ്ട്. അമ്മാതിരി കടൽ ക്ഷോഭം തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, വല്ലാതെ കടലിങ്ങനെ ആക്രമിച്ച് കരക്കേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അത്രയും ഫോഴ്സിലാണ് തിര അടിക്കുന്നില്ലേ ഓരോ ഭാഗത്തും. ഹെവി എന്ന് തന്നെ പറയാം. അതാ നിങ്ങൾ ഇത് ഈ ബേക്ക് വശത്ത് കാണുന്ന ഈ സംഭവം ഏകദേശം ഇതേപോലെ ഉള്ളത് ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ടിലില്ല, ഇത് ഇതേപോലെ ഉണ്ടായ സ്ഥലമാണ് അതെല്ലാം. അപ്പോൾ അവിടെ നിന്നൊക്കെ മണ്ണ് ആ ഏരിയയിലൊക്കെ തിരയടിച്ച് കയറുന്നത്. രാത്രി അതിനും മീത്തലോളം ഏകദേശം ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്തെല്ലാം കാണുന്നുണ്ടാവും നിങ്ങൾ. ഈ ഭാഗത്തേക്കൊക്കെ തിരയെത്തുന്ന വിധത്തിലാണ് ഇപ്പോഴും എത്തിക്കൊണ്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഈ വശത്ത് കാണുന്ന ഈ വെള്ളത്തിൻ്റെ ഈ സംഭവമെല്ലാം ഇതിപ്പോൾ അടിച്ച പോലെയാണെന്നുള്ളത്. അപ്പം അത്രയും ആക്രമിച്ചിട്ട് കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായ ഏട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഏകദേശം മുമ്പെല്ലാം ഈ കടൽ ഏകദേശം അങ്ങ് ആ ദൂരത്തോളം കരയാന്നുണ്ടായിന്. അതിപ്പോൾ കയറി ഇവിടെ എത്തി. ഈ നമ്മളിവിടെ വന്നുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വേനൽ ടൈമിലും നമ്മളിവിടെ ഇടക്കിടക്കേ വരാറുള്ള നമ്മളെ നാടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ആ വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഏകദേശം ഇത് ഈ കാണുന്ന ഏരിയയിൽ ആ മരങ്ങളില്ല ഏരിയയിലൊക്കെ ഇതേപോലെ മൺതിട്ടയായിരുന്നു ഉണ്ടായിരുന്നത്. മൺതിട്ട എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം. അവിടുന്ന് അപ്പുറം കുറച്ചും കൂടി വിട്ടിട്ടാണ് കടലുണ്ടായിന്. ഏകദേശം ഒരു 10-50 മീറ്ററോളം വിട്ടിട്ടാണ് കടലുണ്ടായിന്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ അടിച്ച് ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് ഈ കാണുന്ന വിഷ്വലിൽ തന്നെ മനസ്സിലാവും കടലിൻ്റെ തിര എത്രമാത്രം പവറിലാണ് വരുന്നത്. നോക്ക്, ഇതാ തൊട്ടടുത്തെത്തി. ഏകദേശം ഈ ഏരിയയിലേക്ക് വരെ എത്തുന്നുണ്ട്. 2 മണി ആ സമയത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായി ഇതിനെക്കാട്ടിയും കലി തുള്ളിയിട്ടാണ് കടൽ വരുന്നതെന്നാണ് ഏട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാ നോക്ക് ഗൈസ്, കണ്ട ഇത്രത്തോളം അടിച്ചിങ്ങോട്ട് കയറ്റിയെന്ന്. അത് ആ മരങ്ങളൊക്കെ കണ്ടാൽ അറിയും. ഇതാ ആ മരങ്ങളൊക്കെ അവിടെ ഇല്ല, മരങ്ങളൊക്കെ അതാ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഏകദേശം കുറേ തെങ്ങിൻ്റെ വേരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ തെങ്ങ് ഇതാ ഇവിടെ അവിടെയുള്ള ആ തെങ്ങൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ അത്രത്തോളം കലിതുള്ളിട്ടാണുള്ളത്. ഇതാ നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരൊന്നും ഇപ്പം ഇല്ല. ഇതാ ഇവിടെ തൊട്ടടുത്ത് വീടുണ്ട്. ഇതാ ഇവിടെയൊക്കെ വീടാണ്. അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. രാത്രി ആകുമ്പം ഏകദേശം മനസ്സിൽ ആ പേടിയൊക്കെ ഉണ്ടാവുമായിരിക്കും. സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിലായാലും എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് നന്നായിട്ടൊരു പേടി ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ വിഷ്വൽ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കാടിന് എത്രത്തോളം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. അത്രയും ഹെവി ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്ക് പറഞ്ഞാൽ എത്രത്തോളം ഇതിവിടെ ഈ വലിയ പറമ്പ് കടപ്പുറത്ത് വന്നിട്ടുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിൻ്റെ ഗൗരവം മനസ്സിലാവും. അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെ എൻ്റെ ഫാമിലി എൻ്റെ വൈഫ് ഹൗസ് കൊടകിലാണ്. അപ്പം അവിടെ നിന്നുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അറിയാം ഈ കടൽ കണ്ടാൽ എങ്ങനെയാണ്, ഏകദേശം കര എവിടെയാണ് വരുന്നതെന്നൊക്കെ അവർക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ബാക്കിയുള്ളവർ പുറത്തുനിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് മനസ്സിലാവുമെന്നറിയില്ല. അത്രയും ഹെവി ആയിട്ട് തന്നെയാണ് കടൽ കയറിയിട്ടുള്ളത്. ഇതാ ഈ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതാ ഈ ഒരു പോർഷനൊക്കെയാണ് പ്രശ്നം. ഈ ഒരു പോർഷനത്തോളം അടിച്ച് കയറിയിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്ക് ഗൈസ്, ഇതാ ആ തെങ്ങ് കണ്ടോ? ആ തെങ്ങിൻ്റെ ആ ഭാഗത്തൊക്കെ വളരെയധികം കടലെടുത്ത് പോയിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ കണ്ടാലറിയാം. നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. ഞാൻ റിയർ ക്യാമറ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതാ പവർ കൂടിക്കൂടി വരുന്നതാണ്. മഴക്കാലമാണ്. ഭയങ്കരമായ തര. ഏകദേശം തെങ്ങുകളൊക്കെ കുറേ തെങ്ങുകൾ, ഏകദേശം എത്ര തെങ്ങുകൾ ഇവിടെയൊക്കെ തെങ്ങുകളുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ. ആ പഴയ വിഷ്വൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് കാണിച്ചു തരും. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. ഭയങ്കര ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. ഇത് തൊട്ടടുത്ത് കാണാം തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മളവിടെ സംസാരിച്ച അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ മൂപ്പറ ചെറുപ്രായത്തിൽ തന്നെ കടൽ എത്രയോ ദൂരത്തുണ്ടായതാണ്. അത് കയറി ഇപ്പോൾ ഇവിടെ എത്തി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ തീരദേശ ഹൈവേരെ കുറ്റിയിട്ടത് ഈ ഭാഗത്തായിട്ടാണ് തീരദേശ ഹൈവേരെ കുറ്റിയിട്ടിട്ടുള്ളത്. നിങ്ങൾ കുറ്റി കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതാ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് തീരദേശ ഹൈവേരെ നമ്മളെ ഇതാണ് അതിൻ്റെ സ്റ്റോൺ വരുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗം അപ്പുറത്ത് അവിടെ കാണുന്നുണ്ട്. അത് ആ തെങ്ങിനോട് അടുപ്പിച്ചിട്ടൊരു സ്റ്റോൺ അവിടെ അതിൻ്റെ കൈക്ക് നേരെ കാണുന്നുണ്ടാവും. ആ ഭാഗത്തോളം ഏകദേശം ഹൈവേക്ക് ഇട്ട കല്ലിട്ട ഭാഗത്തോളം തിര എത്തി തുടങ്ങി. ഇനി ഇതിന് പരിഹാരം എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ ഭാഗത്തെല്ലാം തിര എത്തുന്നുണ്ട്. അതാ അമ്മാതിരി ഇതാണ്. ഇവിടെ ഒരു കാറ്റാടി മരം ആദ്യം വീണിട്ടുണ്ട്. തിരയുടെ ഫോഴ്സ് ഇങ്ങോട്ട് അടിച്ച് കയറാൻ കേട്ടോ. ഇതാ തിരയെടുത്ത് പോയ ഭാഗങ്ങളാണ് കേട്ടോ. വലിയ കുഴിയായിട്ടുണ്ട്. ഇവിടെ ഏകദേശം ആ ഒരു ഏരിയയിലോളം മൺതിട്ട് തന്നെ ഉണ്ടായിരുന്നതോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിരയെടുത്ത് പോയി. രാത്രിയാകുമ്പം പിന്നെയും കയറുക. ഇനിയിപ്പോൾ നാളെ വന്നാൽ ചിലപ്പോൾ ഇതന്നെ ഉണ്ടാവും. ഈ തെങ്ങൊന്നും ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. അതാ കുറേ തെങ്ങുകൾ അവിടെ വീണിട്ടുണ്ട്. ഉള്ളത് ആ ഏരിയയിലൊക്കെ തെങ്ങ് ഇങ്ങനെ തിരയെടുത്തിട്ട് തന്നെ മറിഞ്ഞ് വീണിട്ടുള്ളത്. നിങ്ങളെ കാണുന്നുണ്ടാവും, ആ വിഷ്വലിൽ കാണുന്നുണ്ടാവും. അപ്പം അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഇവിടെയുള്ള ഈ കടലിനോട് ചേർന്നിട്ടുള്ള കുറേ വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനെക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വരെ വെള്ളമെത്തുന്ന അവസ്ഥ ഉണ്ടാവും. അതൊന്നും കറക്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ പണി ചെയ്യുന്ന ഏട്ടൻ പറഞ്ഞത് അങ്ങനെയാണ്. ഏകദേശം 2 മണിക്കൊക്കെ വന്നാൽ ഇതിൻ്റെ ഇതിനേക്കാളും ശക്തമായിട്ടാണ് കടലടിക്കുന്നത്. ഇതാ ഇവിടെ കണ്ടോ, 1 2 3 തെങ്ങയുടെ ചുറ്റുഭാഗത്തായിട്ട് വീണ് കിടക്കുന്നുണ്ട്. അപ്പം അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. എന്താ നിങ്ങൾ കണ്ടോ, തിര പിന്നെയും കൂടി വരുന്നത്. ഏകദേശം 2 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും ഡബിളായിട്ട് വരുന്നതാണ് അയാൾ പറഞ്ഞത്. അപ്പം നമ്മ ഒരു
ഇവിടെ അടുത്ത് തന്നെ കടലിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നവർ കണ്ടിട്ടുണ്ടതിന് ഏകദേശം 3 വർഷത്തോളത്തിൻ്റെ ഇടക്ക് ഏകദേശം 15-20 മീറ്ററിൻ്റെ അടുത്ത് കടലെടുത്തെന്നാണ് പറയുന്നത്. കരയെ കടലെടുത്തു കൊണ്ടുപോയി. ഇപ്പോൾ കടൽ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വലിയറമ്പ് ഭാഗത്ത് മാത്രമായിരിക്കില്ല ഈ പ്രശ്നം. ഏകദേശം കടലിൻ്റെ തീരത്തൊക്കെ ഈ പ്രശ്നം നേരിടുന്നുണ്ടാവും. ഇതെന്തായാലും നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ സർക്കാരിന് എന്തെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായി മാറും. എന്താണെന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. ഏകദേശം 15 മീറ്ററോളം 3 വർഷത്തിലെടുത്തെന്ന് പറഞ്ഞാൽ ഇനിയും അങ്ങോട്ട് പോകുന്തോറും ഇനിയും കൊണ്ടുപോകാം. ഏകദേശം 3-4 വരി ഉണ്ടായ തെങ്ങൊക്കെ ഇപ്പം പിന്നെയും കുറഞ്ഞു പോയെന്ന്. അതുകൊണ്ട് ഇപ്പം അതേപോലെ കയറി വരുന്നു കടൽ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ അവരെ വീട്ടിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാർ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്നാണ് പറയാനുള്ളത്. അപ്പം ബുദ്ധിമുട്ട് തന്നെയാണ് ഗൈസ്. നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലമാണ്. ഇത് കയറി വരുന്നത്. ഇനിയും കയറാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം ഇതാ ഈ ഒരു തെങ്ങിപ്പം കുറച്ചും കൂടി ഇങ്ങോട്ടുള്ള ഏരിയയിലാണുള്ളത്. അതേപോലെ നമ്മൾ നേരത്തെ അവിടെ വീണ ഇതൊക്കെ ഫസ്റ്റ് ആദ്യമായി ഞാനിവിടെ കറങ്ങാൻ വരുന്ന സമയത്തൊക്കെ കരയിൽ തന്നെയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പം അത് വെള്ളത്തിലേക്ക് മാറി, കടലിലേക്ക് പോയി എന്ന് തന്നെ പറയാം. അത്രത്തോളം, അതായത് ഇപ്പോൾ തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ നല്ലോണം വില ഉയർന്നു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഭാഗത്തിലെ തെങ്ങൊക്കെ വീണ് അതിലത്തെ തേങ്ങയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഇടപെടൽ തന്നെ ഉണ്ടാകണമെന്ന് പറയുകയാണ്. ഗൈസ് അത് നോക്കുക, കണ്ട നമ്മളിപ്പോൾ നടന്നു വന്ന ഒരു ഏരിയയാണ്. അവിടത്തേക്കടക്കം വെള്ളത്തിൻ്റെ ഫോഴ്സ് സമയം കഴിയുന്തോറും വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടി വരുന്നത്. ഇതിപ്പോൾ നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാവും ആ ഒരു സ്പോട്ടിലേക്ക് വെള്ളം കയറിയത്. അത്രയും പവറിലാണ് തിര വരുന്നത്. നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാം. തിര ഓരോ നിമിഷവും ഫോഴ്സ് കൂടി വരുന്നത്. അങ്ങനെ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നറിയില്ല. എൻ്റെ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഓരോരോ കടയുണ്ടായതാണ്. ഒന്ന് ജ്യൂസ്, ഐസ്ക്രീം, ഷെയ്ക്സ് അങ്ങനത്തെ എല്ലാം കിട്ടുന്ന കട, ഉപ്പിലിട്ട കിട്ടുന്ന കട, അങ്ങനെ കുറേ കടകളും. അതേപോലെ ഇവിടെയൊക്കെ ഈ സ്പോട്ടിലൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ടായതാണ്. അതൊക്കെ ഇപ്പം മാറി, അതൊക്കെ ഇപ്പോൾ കടലിൻ്റെ ഭാഗമായി മാറി. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മുഴുവനായിട്ട്. വലിയറമ്പ് കടൽ ഇങ്ങനെ എടുത്തുനിന്ന് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ സംഭവം ഉള്ളത്. ഏതായാലും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ഫ്രം സെല്ലുറോക്സ്.